ഈ ടെൻഡർ ആദിത്യ ഇവന്റ്സിന് തന്നെ ചെന്നു ചേരും. റൂൾസ് അറിയാതെയാണെന്ന് തോന്നുന്നു ടെൻഡറിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഈവൻസ് കൊടുത്താൽ അവരെങ്ങനെയായിരിക്കും സാർ ചെയ്യുന്നത്? ഉടനെ തന്നെ ഈ ടെൻഡർ എനിക്കാണെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്യൂ സാർ. ഓക്കെ മിസ്റ്റർ ആദിത്യ, റൂൾസ് പ്രകാരം മറ്റുള്ളവരെക്കാൾ കുറവ് കോട്ട് ചെയ്ത നിങ്ങൾക്ക് ഈ ടെൻഡർ. എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്. എന്താ കാർത്തിക, ഫുൾ ഫാമിലി ഉണ്ടല്ലോ. I don't know, Aditya. ആരാ നിങ്ങൾ? സംസ്കൃതി ഇവന്റ്സിന്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ് ഞാൻ. എന്റെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഈ ടെൻഡറിന് വേണ്ടി സെക്കൻഡ് കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ നേരത്തെയാണല്ലോ മാഡം വന്നിരിക്കുന്നത്. ടെൻഡറൊക്കെ ഓൾറെഡി കഴിഞ്ഞു. എല്ലാരേക്കാൾ കുറഞ്ഞ കോട്ട് കൊടുത്ത് ടെൻഡർ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഓഫീസേഴ്സ് നിങ്ങൾക്ക് സോറി പറയില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൺഗ്രാറ്റ്സ് പറയാം. ഓപ്ഷനിൽ വന്നിരിക്കുന്ന എല്ലാ കോട്ട്സും സർ പരിശോധിച്ചായിരുന്നോ? എല്ലാ കോട്ടും പരിശോധിച്ചു മാഡം. നിങ്ങൾ പറഞ്ഞ സെക്കൻഡ് കോട്ടൊന്നും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല. സാർ മെയിൽ ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല. എന്തിനാ ചോദിക്കുന്നത്? ഞാൻ മാനുവലായിട്ടല്ല ആ സെക്കൻഡ് കോട്ട് ടെൻഡറിനായിട്ട് അയച്ചത്. അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്താ വസൂത്? വൺ മിനിറ്റ്. മിസ്സിസ് വസുന്ധര ദേവി, സംസ്കൃതി ഇവന്റ്സിന്റെ പേരിലൊരു മെയിൽ വന്നിട്ടുണ്ടല്ലോ. ആ വസുന്ധര ദേവി ഞാൻ തന്നെയാ. മെയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ എത്ര കോട്ട് തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ഓക്കെ. ₹74,99,989 only. അപ്പോ ആദിത്യ ഇവന്റ്സ് കോട്ട് ചെയ്ത ഫിഗറിനേക്കാൾ ₹1 കുറവാണ്. ഇതുവരെ വന്ന കോഡ്സിലെ എല്ലാവരെക്കാളും കുറഞ്ഞു കോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് മാഡം. കൺഗ്രാറ്റ്സ്. ഈ ടെൻഡർ നിങ്ങൾക്കാണ്. ₹1 കുറവ് കോട്ട് ചെയ്ത് ഈ ടെൻഡറിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു മാഡം. സ്റ്റോപ്പ് ഇറ്റ്. ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന് ₹1 കുറച്ച് ടെൻഡർ കോട്ട് ചെയ്താ ടെൻഡർ ഉടനെ അവർക്ക് കൊടുക്കുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ല കോട്ട് ചെയ്തത്. അരമണിക്കൂർ മുന്നേ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട്. അതിനർത്ഥം ഓപ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ. എന്നാ നിങ്ങൾ എന്തിനാ അത് മെയിൽ അയച്ചത്? ഇവിടെ എല്ലാവരും മാനുവലായിട്ടല്ലേ കൊടുത്തത്. കറക്റ്റ് സമയത്ത് ഓപ്ഷനിൽ എത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മെയിലിലൂടെയും കോട്ട് അയക്കാനുള്ള റൂളുണ്ട് മിസ്റ്റർ. അതെന്താ നിങ്ങൾക്ക് അറിയില്ലേ മിസ്റ്റർ ആദിത്യ? അതെന്താ ₹1 കുറച്ച് കോട്ട് ചെയ്തത്? ഇത് ചീറ്റിംഗ് ആണ്. എന്റെ കോട്ട് നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുകയാണ്. ആരുടെ കോട്ട് ആര് കോപ്പി ചെയ്തെന്നാ പറഞ്ഞു വരുന്നത്? ഞങ്ങളെക്കാളും നീ ₹10 കുറച്ചാ കോട്ട് ചെയ്തിരിക്കുന്നത്. നിന്നെക്കാളും വസുന്ധര
1 രൂപ കുറച്ചാ കോട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ഫിഗർ മറ്റൊരാൾക്ക് സംഭവിക്കാലോ. ഇതിനെന്താ പറയുന്നതെന്ന് അറിയാമോ ആദിത്യ? വിരളി പിടിച്ച നായെ ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന്. ആ ചെരുപ്പ് കൊണ്ടുള്ള അടി നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ സഹായിച്ചവർക്കും കൂടിയുള്ളതാ. മാഡം, ഈ ടെൻഡർ ഫയലില് ഒന്ന് സൈൻ ചെയ്ത് തന്നെ. കൺഗ്രാറ്റുലേഷൻസ് മാഡം. താങ്ക്സ്. അഖിൽ, നമ്മളെ ഇവിടെ ജയിച്ചത്. ടെൻഡർ നമുക്ക് തന്നെ കിട്ടി. താങ്ക് യു സോ മച്ച് ഏടത്തി. വസുന്ധര, ശരിക്കും എന്താ സംഭവിച്ചേ? സെക്കൻഡ് കോട്ട് കൊടുക്കാനുള്ളൊരു ചിന്ത തനിക്ക് എങ്ങനെയാ തോന്നിയത്? ഒരു മിനിറ്റ് ഏട്ടാ. എക്സ്ക്യൂസ് മീ. ഇപ്പൊ എന്താ, ഞങ്ങൾ നിങ്ങളോട് കൺഗ്രാറ്റ്സ് പറയണോ? ചത്താലും പറയാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത് ഏട്ടത്തി? ഇത് നീ കൺഗ്രാറ്റ്സ് പറയാത്തത് കൊണ്ടൊന്നും അല്ല. ഞങ്ങളുടെ കോട്ട് നീ കോപ്പി ചെയ്തത് കൊണ്ടാ. ഏത് കോട്ട് കോപ്പി ചെയ്തെന്നാ? ആരാ ചെയ്തേ? നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോടി? അഖിലിന്റെ ഭാര്യയായിരുന്നിട്ട് നീ അവനെ തന്നെ ചതിക്കുവാണോ? ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത പോലെ നമ്മുടെ വീട്ടിൽ താമസിച്ച് നമ്മുടെ രഹസ്യങ്ങളെല്ലാം ഇവന് പറഞ്ഞു കൊടുക്കുന്നോ? നാണമില്ലേ നിനക്ക്? എന്താ നിങ്ങൾ പറയുന്നേ? കാർത്തിക എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അങ്ങനെ ഒരാളല്ല. കാർത്തിക പറയ. നിങ്ങളുടെ കണ്ണിൽ എന്നെ എങ്ങനെയാ കാണുന്നത്? കള്ളിയെ പോലെയാണോ കാണുന്നത്? പിന്നെ ഇതെന്താ പറയാൻ പറ്റോ? കോട്ട് മോഷ്ടിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് കള്ളനെ പോലെ വന്നപ്പോ നിന്റെ സാരി കീറിപ്പോയി. ആ കീറിയ ഭാഗം ഇത്. ഇത് കണ്ടപ്പോഴാ നീയാണെന്ന് മനസ്സിലായത്. ഈ തെമ്മാടിക്ക് വേണ്ടി നിന്റെ കുടുംബത്തെയും നിന്റെ ഭർത്താവിനെയും വീട്ടുകാരും ചതിക്കുകയാണോ? ഈ വൃത്തികെട്ടവന് വേണ്ടി നീ നിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു. ഹലോ, മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്നെ എന്തിനാ അനാവശ്യം പറയുന്നേ?
നിന്റെ ദേഹത്ത് കൈ വെക്കാത്തോണ്ട് സന്തോഷിക്ക്. ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ നോക്കുന്നോ നീ? നീയൊക്കെ എന്ത് ബിസിനസ്മാനാടാ? ഇതിനൊക്കെ പകരമായിട്ട് എന്റെ ഭർത്താവിന്റെ കാലിൽ വീണ് കെഞ്ചിരുന്നെങ്കിൽ ടെൻഡർ നിനക്ക് ഭിക്ഷയായിട്ട് തരുമായിരുന്നു. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ഗോ ടു ഹെൽ. അവള് ചെയ്തതിന് സോറി എടുത്തി. അവളെ എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല. കാർത്തിക കോട്ട് മോഷ്ടിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞു മോളെ? ഈ സാരിത്തുമ്പ് എന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ ഭാസ്കരേട്ടാ. ഇത് കാർത്തികയുടേതാണെന്ന് ഉണ്ണിയ പറഞ്ഞത്. അപ്പോഴേ ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷെ നിങ്ങളെയൊക്കെ വിളിച്ചു, ആര് ഫോൺ എടുത്തില്ല. ഉടനെ ഞാനും ഉണ്ണി അവിടെ നിന്ന് പോന്നു. രണ്ടാമതൊരു കോട്ട് മെയിൽ ചെയ്യണമെന്നുള്ളൊരു ചിന്ത തനിക്ക് എങ്ങനെയാ വന്നത്? ആ ചിന്ത എനിക്കുണ്ടായതല്ല, ഉണ്ണിയുടേതാ. ക്യാബിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ണിയാ ഈ ഐഡിയ പറഞ്ഞു തന്നെ. ഉടനെ തന്നെ മാറ്റർ ടൈപ്പ് ചെയ്ത് ഞാൻ അവർക്ക് മെയിൽ ചെയ്തു. താങ്ക്സ് ഉണ്ണി. അതിന്റെ ആവശ്യമില്ലച്ചാ. കൺഗ്രാറ്റ്സ് ചെറിയച്ചാ. ചെറിയച്ചനത് നേടിയത് ഞാനല്ല ഉണ്ണി, നിങ്ങളാ. ആരാണെങ്കി എന്താ, ആദ്യത്തിനെ ബസ് നല്ലൊരു പാഠം പഠിപ്പിച്ചു. ഇന്ന് വീട്ടിൽ പോയിട്ട് ആഘോഷിച്ചിട്ട് തന്നെ കാര്യം. വാ വാ ശരി പോ. വാ ഉണ്ണി. ആ ഏട്ടാ, നമ്മള് ഈ ഈവന്റ് ഗ്രാൻഡ് ആയിട്ട് സക്സസ് ആക്കണം. ഓക്കെ, ഒരിടത്ത് ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ അബീനടുത്ത് പോയി ഞാൻ കുടുങ്ങി. എന്നെപ്പറ്റി അവൻ പോലീസിനോട് പറഞ്ഞിരിക്കുക. ഇപ്പോൾ കള്ളനെ പോലെ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലായി. അവനെയും വസുവിനെയും കൊന്ന് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പൊ പേടിത്തൊണ്ടനായി ഒളിച്ചടക്കുക. എന്താ രാജാ വല്ലാതിരിക്കുന്നേ? എന്താ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും കയറി വരുന്നത്? നിങ്ങൾ തന്നെ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുമല്ലോ. നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നത് ഞാനാ. ഞാൻ വീണ്ടും നിങ്ങളെ ജയിലിലേക്ക് അയക്കുവോ? ഹീറോയെ രക്ഷിക്കുന്നല്ലാതെ ഒരിക്കലും അപകടത്തെപ്പെടുത്തൊന്നുമില്ല. നിങ്ങൾ വിശന്നിരിക്കുകയാണെന്ന് കരുതി ഭക്ഷണം കൊണ്ട് വന്നപ്പോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താണോ രാജാ? സോറി, എന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ. ഭക്ഷണം വിളമ്പിക്കോ, നല്ല വിശപ്പ. നമുക്കിടയിൽ സോറിയും താങ്ക്സ് ഒന്നും വേണ്ട രാജാ. ഇരിക്കൂ, ഞാൻ വിളമ്പി തരാം. നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഇരിക്കേ, ഞാൻ പോയി പ്ലേറ്റ് എടുത്തോണ്ട് വരാം. അയ്യോ, പതുക്കെ കഴിക്ക് രാജാ. ഇതാ ഈ വെള്ളം കുടിക്ക്. ഭക്ഷണത്തിന്റെ രുചി എങ്ങനെയുണ്ട് രാജാ? വളരെ നന്നായിരിക്കുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ രാജാ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ.
എന്തു പറ്റി? എന്തെങ്കിലും ദഹിക്കാത്ത കഴിച്ചോ? ഇല്ല രാജ. പിന്നെന്തിനാ നിങ്ങൾ ഛർദിച്ചത്? അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ രാജ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ദഹിക്കാത്തോണ്ടുള്ള ഛർദിയല്ല, ആ ഛർദി. ആ ഛർദി എന്ന് വെച്ചാ എന്ത് ഛർദി? അതെന്താന്നോ രാജാ, ഇപ്പോ നമ്മള് രണ്ടുപേരും 3 പേരാവാൻ പോവാ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമായി ഒരു കുഞ്ഞിന്റെ വയറ്റില് വളരെയ രാജാ. അതെങ്ങനെ സംഭവിച്ചു? അന്നൊരു ദിവസം നമ്മൾ രണ്ടുപേരും ഡ്രിങ്ക്സ് കഴിച്ചത് ഓർക്കുന്നുണ്ടോ? അതെ. അന്നാണ് രാജാ നമ്മുടെ പ്രണയം സഫലമായി പൂ പൂത്തത്. ഇന്നത് സാക്ഷാത്കരിച്ചു. 9 മാസം കഴിയുമ്പോ നമ്മുടെ ഓമന കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റും രാജാ. ദയവ് ചെയ്തിങ്ങനെയൊന്നും പറയരുത്. ചത്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കുക. അതിരിക്കട്ടെ, നമുക്ക് പെൺകുഞ്ഞാണോ വേണ്ടത് ആൺകുഞ്ഞാണോ വേണ്ടത് രാജാ? എന്ത് പേരിടും? ഏത് സ്കൂളിൽ പറഞ്ഞയക്കും? പ്ലീസ്, ഞാൻ തൊഴുതു ചോദിക്കുക, എന്നെ കൊല്ലരുത്. സത്യം പറഞ്ഞേ, അന്ന് നമ്മൾ തമ്മിൽ ഒന്നും നടന്നില്ലല്ലോ അല്ലേ? ചുമ്മാ തമാശക്ക് ഞാൻ വെറുതെ പേടിപ്പിച്ചതാ. അയ്യോ, ഞാൻ പാചകം ചെയ്തത് എനിക്ക് തന്നെ പിടിച്ചില്ല, അതുകൊണ്ടാ ഞാൻ ഛർദിച്ചേ. ഞാൻ പേടിച്ചു പോയി. ഇനി ഇങ്ങനെയുള്ള തമാശയൊന്നും പറയല്ലേ, എന്റെ ഹൃദയം പൊട്ടിപ്പോകും. കല്യാണത്തിന് മുന്നേ അമ്മയാവുന്നത് എനിക്കിഷ്ടാവോ രാജാ? കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ. ഇന്നത്തെ ടെൻഡർ കാർത്തികയ്ക്ക് തന്നെ കിട്ടും. കാർത്തിക നമുക്ക് ധാരാളം പണം തരാൻ പോവാ. പണം കിട്ടിയ ഉടനെ നമ്മൾ ദുബായിലോ സിംഗപ്പൂരിലോ പോയി സെറ്റിൽ ആവാം. അവിടെ വെച്ച് പ്രസവിച്ചാ മതി. ആദ്യം ഇവിടെ നിന്ന് പോയേ. ഭക്ഷണം കഴിച്ചില്ലല്ലോ രാജാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ബോംബ് എന്റെ വിശപ്പില്ലാതാക്കി. നിങ്ങളൊന്ന് പോയി തന്നെ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് എന്റെ വിശപ്പും കെട്ടുപോയി. നാളെ മുതല് ഞാൻ ഭാവനയും വസും പാചകം ചെയ്തത് കൊണ്ടുവരാം. നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വരരുത്, പോലീസിന് സംശയം ഉണ്ടാവും. ശരിയാ രാജാ, നിങ്ങളും വേഷം മാറി ഇവിടെ തന്നെ ഇരുന്നോ. ഇതേ വേഷത്തിൽ പുറത്തേക്ക് വരരുത്. പോലീസിന്റെ കൈ കിട്ടിയോ നിങ്ങൾ ജയിലിൽ കൊണ്ടിടും. പോയിട്ട് വരട്ടെ രാജാ, ബൈ. ഞാൻ അബിയും വസൂനെയും കൊല്ലുന്നതിന് മുമ്പ് ഇവൾ ഉറപ്പായും എന്നെ കൊല്ലും. ആദ്യം അബിയും വസൂനെയും കൊന്നിട്ട് ആരും കാണാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകണം. നിന്റെ കാലിന് സ്വാധീനമില്ലെങ്കിലും നിന്റെ നാക്കിനൊരു കുഴപ്പമില്ലല്ലോ അഖിൽ. സാരിയുടെ കീറിയ ഭാഗം റൂമിൽ നിന്ന് കിട്ടിയതാ. ഇത് കാർത്തികയുടേതാണെന്ന് ഉണ്ണിയ പറഞ്ഞത്. ഏയ് അഖിൽ, അഖിൽ, എന്തു പറ്റിയെങ്കിൽ നീ എന്തിനാ ഇതൊക്കെ പൊട്ടിച്ചത്? കാർത്തികയുടെ ചെകിടടിച്ച് പൊട്ടിക്കാൻ പറ്റത്തോണ്ടാ എന്റെ ദേഷ്യം ഞാൻ ഇങ്ങനെയെങ്കിലും തീർക്കുന്നേ. ഇനിയും എന്തിനാ ഇങ്ങനെ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത് അഖിൽ? അതങ്ങ് മറന്നേക്ക്. എങ്ങനെ എടുത്തി മറക്കാൻ പറ്റുന്നേ? ഏതോ ഒരുത്തിനു വേണ്ടി അവൾ എന്നെയും ചതിച്ചു. ആ ടെൻഡർ നമുക്ക് കിട്ടാതാക്കാൻ നോക്കി. നമ്മളെല്ലാവരെയും അവന്റെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ അവളെ. കാർത്തിക വിചാരിച്ചത് നടന്നില്ലല്ലോ അഖിൽ. പിന്നെന്തിനാ അതിനെ പറ്റി ചിന്തിക്കുന്നേ? കറക്റ്റ് സമയത്ത് ബസ് എടുത്തി മെയിൽ അയച്ചതുകൊണ്ട് മാത്രമാ
നമുക്ക് ആ ടെൻഡർ കിട്ടിയത്. അല്ലെങ്കിൽ അവള് കാരണം നമുക്ക് എത്ര വലിയ നഷ്ടം